ഏറ്റവും പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ പരമകാരുണ്യന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആന്റെ അവതീർണ മാസത്തിൽ ഖുർആനെ കുറിച്ച് നിങ്ങളോട് അല്പം കാര്യങ്ങളൊക്കെ പറയാനും ഖുർആൻ പഠിക്കാൻ വേണ്ടി എല്ലാവരും അവസരം കിട്ടിയിട്ടുള്ളവരൊക്കെ സന്തോഷം. അൽഹംദുലില്ലാ. പലപ്പോഴും നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ പള്ളികളിലൊക്കെ കയറുമ്പോൾ അവിടുത്തെ ഇമാമിന്റെ ഏറ്റവും മനോഹരമായ ഖിറാത്ത് കേൾക്കുമ്പോൾ നമുക്കും നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവാറുണ്ട്, എനിക്കും ഇതുപോലെ ഓതാൻ പറ്റിയെങ്കിൽ. പലപ്പോഴും അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം, എന്റെ ഓത്തും ഇതേപോലെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ന്. പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെ ആഗ്രഹമുണ്ട് എന്നല്ല, നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനു വേണ്ടിയുള്ള ശ്രമം പലപ്പോഴും ഉണ്ടാവാറില്ല. അങ്ങനെ ശ്രമിക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ആ രൂപത്തിലേക്കും ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഖുർആൻ പഠനത്തിന് ആദ്യമായി വേണ്ടത് നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഒരു നീയത്താണ്. ഏറ്റവും ആദ്യം വേണ്ടതാണ് ആത്മാർത്ഥമായിട്ടുള്ള ഒരു നീയത്ത്. ഇനി മുതൽ എന്റെ പഠനത്തില്, എന്റെ ഖുർആൻ പാരായണത്തില് ഒരു മാറ്റം ഉണ്ടാവും എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക. ഇന്ന് മുതൽ അങ്ങനെ തീരുമാനത്തോടുകൂടി ക്ലാസ് ആയിരിക്കുക. എന്റെ ഖുർആൻ പാരായണം അത് ഏറ്റവും മനോഹരമായ രൂപത്തിൽ, പ്രവാചകൻ അങ്ങനത്തിനല്ലേ പറഞ്ഞത്, സയ്യിനു അൽ ഖുർആന ബി അസ്വാത്തിക്കും. നിങ്ങളുടെ ഖുർആൻ പാരായണത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അലങ്കരിക്കുക, ഏറ്റവും ഭംഗിയുള്ളതാക്കുക. ആ നിരക്ക് ഖുർആനെ ഏറ്റവും ഭംഗിയുള്ളതാക്കാൻ നമ്മുടെ ഭാഗത്തുള്ള ശ്രമം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലൊരു നീയത്ത് ഏറ്റവും ആദ്യത്തിൽ വേണ്ടതാണ്. ഏറ്റവും നല്ലൊരു നീയത്ത്. അത് കഴിഞ്ഞ് ആ നീയത്തോടുകൂടി നമ്മൾ ഇരിക്കുക. ഇന്ന് മുതൽ എന്റെ ഖുർആനിൽ ഞാൻ പാരായണത്തില്, എന്റെ ഖുർആൻ പഠനത്തിൽ ഒക്കെ ഒരു ചേഞ്ച് വരുത്താൻ പോവാണെന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ ഇരിക്കുക. മറ്റൊന്ന്, അതിനു വേണ്ടി ഒന്ന് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്, ഒരുങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം, ഏറ്റവും അനുയോജ്യമായ സമയം ഓരോരുത്തർക്കും ഓരോ വ്യത്യാസപ്പെട്ടതായിരിക്കും. നമ്മുടെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകണ മുമ്പ് നമുക്ക് എപ്പോഴും അറിയാം നമ്മൾ എപ്പോഴാണ് ഫ്രീ ആണെന്ന് ഓരോരുത്തർക്കാണ് അറിയാം. നിങ്ങളുടെ ഫ്രീ ടൈം നോക്കിയിട്ട് ഏറ്റവും നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഏതാ, ആ സന്ദർഭം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് അത് ഒരു ദിവസം എത്ര ആയത്ത് ഞാൻ പഠിക്കണം, ഒരു ദിവസം എത്ര സൂറത്തിന്റെ അർത്ഥം വായിക്കണം, ഇങ്ങനെയൊക്കെയുള്ള എത്ര ഭാഗം വരെ അതിന്റെ ഓതേണ്ടതുണ്ട് എന്നുള്ളൊരു പ്ലാനിങ് ആണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വേണ്ടത്. അത് നിങ്ങൾ ചെയ്യണം. മറ്റൊന്ന്, നിങ്ങൾ ഖുർആൻ പഠിക്കാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കാന്ന ഉദ്ദേശം നല്ല നെയ്യത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ വുദു എടുത്തിട്ട് നമുക്ക് ഖുർആൻ പഠിക്കാൻ പറ്റിയ ഒരു പ്ലേസ്. പലപ്പോഴും നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ സോഫയിൽ ഇരുന്നിട്ടും അല്ലെങ്കിൽ കട്ടിലിൽ ഇരുന്നിട്ടും അല്ലെങ്കിൽ കിടന്നിട്ടും അല്ലെങ്കിൽ ചാരി ഇങ്ങനെ ഇരുന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ, അല്ലെങ്കിൽ എപ്പോഴും ഫുഡിന്റെ ഒക്കെ സ്മെല്ല് വരുന്ന കിച്ചണിൽ, ഇവിടെയൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് എന്തെയില്ല, നമ്മുടെ അറ്റൻഷൻ തെറ്റിപ്പോവും. അപ്പം നമ്മളെ ശ്രദ്ധ ഏറ്റവും കിട്ടുന്ന സ്ഥലത്ത് ഒരു മുസല്ല വിരിച്ചിട്ട് ഒരു ചുമരിനോട് ചാരിയിട്ട്, ചുമര മാത്രമേ കൊടുക്കുന്നില്ല, അതിന് വേറൊന്നും അറ്റൻഷൻ തെറ്റി പോകുന്നില്ല. മൊബൈലൊക്കെ പറ്റുമെങ്കിലും ഒരു അരമണിക്കൂറേ സ്വിച്ച് ഓഫ്, നമ്മൾ പഠിക്കുന്ന അത്ര സമയം സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് വെക്കാതിരിക്കുക. പലപ്പോഴും അതിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധ തെറ്റിപ്പോകും. അപ്പം മൊബൈലൊക്കെ ഒന്ന് സൈലന്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ടോ മാറ്റി വെച്ചിട്ട് നമുക്ക് പൂർണ്ണ ശ്രദ്ധ കിട്ടുന്ന സമയം നോക്കിയിട്ട് ഒരു നല്ലൊരു പ്ലേസ് തിരഞ്ഞെടുക്കും. അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരാൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഖുർആൻ പഠിക്കുന്ന മുമ്പായിട്ട് നമുക്ക് മാത്രം ഉപയോഗിക്കുന്ന, എന്നും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഖുർആൻ, നമ്മുടെ ഖുർആൻ. അതായത് പേജിൽ മാറ്റം വരാം. ഇപ്പൊ ഒരു ദിവസം ഒരു ഖുർആൻ ഓതി, വേറെ ദിവസം വേറൊരു ഖുർആൻ ഓതി, അങ്ങനെ ആകുമ്പോൾ നമുക്ക് പഠനം പ്രയാസമാണ്. നമ്മുടെ ആ പേജ് നമ്മുടെ മൈൻഡിൽ നിൽക്കണം. ഹിഫ്ളാക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ചും ആ പേജ് നമ്മളിൽ ഇങ്ങനെ വരണം, ഓരോ ആഴ്ച എവിടെയെന്ന് വരണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഖുർആൻ തന്നെ. അത് ഏറ്റവും നല്ലത് ഇപ്പം നമുക്ക് നമ്മുടെ മൊബൈലിന്റെ ഒക്കെ ആപ്പിലൊക്കെ ഉള്ളത് ഖത്ത് ഉസ്മാനി, അതായത് നമ്മൾ ഗൾഫ് ഖുർആൻ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നമുക്ക് പഠിക്കാനായിട്ട് മാത്രം കുറച്ച് വലിയത്, പച്ച ചെറുത് എടുക്കരുത്, കുറച്ച് നമ്മൾ സാധാരണ കാണുന്ന ആ വലുപ്പത്തിലുള്ള ഖുർആൻ എല്ലാം ഉപയോഗിക്കുക. സ്ഥിരമായിട്ട് അതിനെ യൂസ് ചെയ്യുക, പേജ് മാറുന്ന രൂപത്തിൽ. ഇനിയിപ്പോ വേറെ വീട്ടിലേക്ക് പോയാലൊക്കെ അവിടെ ആ ഖുർആൻ ലഭ്യമാണല്ലോ, പള്ളികളിൽ പോയാൽ അത് ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഖുർആൻ തന്നെ സ്ഥിരമായിട്ട് ഒരു ഖുർആൻ യൂസ് ചെയ്യുക. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആ ഒരുക്കത്തിൽ നമുക്ക് വേണ്ടത് എങ്ങനെയാണ് ഖുർആനിലേക്ക് വരുമ്പോൾ നോക്കുക,
ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല നിങ്ങൾക്ക് അനുയോജ്യമായ ഖുർആൻ. അതിനുശേഷം നിങ്ങൾ ഇസ്തിമാ ഒരു ഒരു ഘട്ടമുണ്ട്. അത് നന്നായിട്ട് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ ലിസണിങ് ആണ്. ഏതൊരു ലാംഗ്വേജ് ആവട്ടെ, എന്ത് പഠിക്കണേ നമ്മൾ മനസ്സിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സും അതേപോലെ തന്നെ കണ്ണും കാതും കൂർപ്പിച്ച് അതിലേക്ക് ആത്മാർത്ഥമായി ശ്രദ്ധിക്കണം. ഇസ്തിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസണിങ് ആണ്. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പാരായണം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്തമിഉ ലഹു, അതിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിത്, നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക. പലപ്പോഴും നമ്മൾ ഖുർആൻ പാരായണം വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് നമ്മളങ്ങനെ സംസാരിക്കും. ഇപ്പം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ കാറിൽ ഖുർആൻ വെച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ അങ്ങനെ സംസാരിക്കുന്നു. അത് ശരിയല്ല. ഖുർആൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ശ്രദ്ധാപൂർവ്വം കേൾക്കുക വേണ്ടത്. അങ്ങനെ ഏതൊരു പാരായണം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ആ ഒരു നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ ആ പാരായണം ഇങ്ങനെ നിരന്തരമായി കേൾക്കുക എന്നുള്ളത് അപ്പൊ നമ്മുടെ ഖിറാഅത്ത് നന്നാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. തജ്വീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇങ്ങനെ എന്താണ്, തജ്വീദ് നിയമങ്ങൾ കായികകൾ ചൊല്ലി പഠിച്ച് അതല്ല, അത് വേണം. പക്ഷെ അതിനേക്കാൾ ഉപരി തഹ്സീനുൽ ഹുറൂഫാണ്. ലെറ്റേഴ്സിനെ ഏറ്റവും മനോഹരമായിട്ട് ഉച്ചരിക്കും വേണം. ഒരു ലെറ്റർ എങ്ങനെയാണോ ഉച്ചരിക്കേണ്ടത് അത് കൃത്യമായിട്ട് അതിന്റെ മഖ്റജ് തെറ്റാതെ ഉച്ചരിച്ച് പരിശീലിക്കുമ്പോൾ അതിന്റെ സ്ഥാനത്ത് നിന്ന് ഉച്ചരിക്കുമ്പോൾ എന്തേ ഉള്ളൂ, തഹ്സീനുൽ ഹുറൂഫ്, ആ അക്ഷരത്തിന്റെ ഭംഗി ഉണ്ടാവുള്ളൂ. നന്നാക്കി എടുക്കുക. അങ്ങനെ നന്നാക്കുമ്പോൾ നമുക്ക് ഖുർആൻ പാരായണത്തിനും എന്ത് ചെയ്യാം, അതിന്റെ ഒരു സ്റ്റൈൽ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഖിറാഅത്തുകൾ, നല്ല ഖിറാഅത്ത് സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരാളുടെ തന്നെ, അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ കീഴിൽ കേൾക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ യൂട്യൂബിൽ നിന്നൊക്കെ നല്ല ഖിറാഅത്തുകൾ കേട്ട് പരിശീലിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പാരായണത്തിൽ തെറ്റ് വരാതെ ഏറ്റവും നല്ല ഖിറാഅത്ത് ആക്കിയെടുക്കാൻ പറ്റും. മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാരായണത്തിലേക്ക് വരികയാണ്, തിലാവത്താണ്. അപ്പം ഇസ്തിമാന്റെ ഘട്ടം കഴിഞ്ഞാൽ തിലാവത്ത് എന്ന ഘട്ടമുണ്ട്. അതായത് ഖിറാഅത്ത് നമ്മൾ പാരായണം ചെയ്യണം. വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ തർത്തീലായിട്ട് സാവകാശം, തിരക്കൊന്നും വേണ്ട. അല്ലെ നബി ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, അല്ലെ തിരക്കൊന്നും കൂട്ടണ്ട. നിന്റെ ദാവട്ട് ഇങ്ങനെ അടിച്ച് തന്നിട്ട് തിരക്കൂട്ടി പിടിക്കണം. സാവകാശം എന്നല്ലേ, ഓരോന്നിനും അതിന്റെ നീട്ടാള് ഒരു അക്ഷരത്തിന് ഓരോ സമയം അതിന് വിശേഷമൊക്കെ കൊടുത്ത് എല്ലാത്തിനും ആ സമയം സാവകാശം ഉണ്ട്. പലപ്പോഴും വേഗത്തിലുള്ള പാരായണത്തിൽ പല അക്ഷരം വിഴുങ്ങിപ്പോവും. അപ്പൊ അങ്ങനത്തെ വിഴുങ്ങൽ ഇല്ലാതിരിക്കാൻ സാവകാശം പാരായണം ചെയ്യാന്നുള്ളതാണ്. തൃപ്തിയിലായിട്ട് സാവകാശമുണ്ട്. അപ്പൊ അത് അങ്ങനെ ആകുമ്പോൾ എന്തെയുള്ളൂ, അപ്പൊ ഖുർആന്റെ പാരായണത്തിൽ എന്തെയുള്ളൂ, ഒരു ആസ്വാദനം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ സാവകാശം പാരായണം ചെയ്യാം. പാരായണഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള അടുത്ത സ്റ്റേജാണ് ഹിഫ്ളാക്കുക എന്നുള്ളത്. നമ്മൾ ഓതി പഠിച്ചാൽ മാത്രം പോരാ, അല്പം ഖുർആനിന്റെ ഹിഫ്ളാക്കുക. ഖുർആൻ ഹിഫ്ളാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പേജ് ഒന്നായിട്ടാണ് ഓതി പിന്നെ വീണ്ടും ആ പേജ് അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു ആയത്ത് പഠിക്കുകയാണെങ്കിൽ ഒരു പാമ്പ് ഇരയെ വിഴുങ്ങുന്നത് പോലെ കുറേശ്ശെ പെട്ടെന്നാണ്ട് കഴിയില്ല. വലിയ ആയത്തൊക്കെ ആകുമ്പോൾ ചെറിയ നമുക്കൊരു ആയത്ത് പറ്റും. എന്നാൽ വലിയ ആയത്തെത്തുമ്പോൾ അതിനെന്ത് സ്പ്ലിറ്റ് ചെയ്ത് അതന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. ഒരായത്ത് പഠിക്കുമ്പോൾ അതിന്റെ അല്പം ഭാഗം മാത്രം ആദ്യം, എന്നിട്ട് വീണ്ടും അല്പം ഭാഗം, അങ്ങനെ അത് പഠിച്ചത് കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് പോകും. എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ആ രൂപത്തിൽ ഹിഫ്ളാക്കണ്ടേ. ഹിഫ്ളാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് അതിന്റെ മീനിങ് മനസ്സിലാക്കുക എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഹിഫ്ളൻ വ ഫഹ്മൻ, അത് മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ ആ അർത്ഥം കൂടി മനസ്സിലാക്കി നമുക്ക് മനസ്സിലേക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും, ഓടി വരും നമ്മുടെ മനസ്സിലേക്ക്, ഓർമ്മയിൽ ഉണ്ടാവും. അങ്ങനെ പഠിച്ച ഒരാൾ പിന്നെ ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് എന്ത്, തദബ്ബുർ എന്ന് പറഞ്ഞ ഘട്ടം. ഖുർആൻ ചോദിക്കേണ്ട നമ്മളുണ്ട്, അഫല യസ്ദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അല്ലെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുകയാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം, അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ലോക്കിട്ടൊക്കെയാണോ നിങ്ങൾ ഹൃദയങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. അം അല ഖുലൂബിൻ അഖ്ഫാലുഹ, തിഫ്ല് എന്ന പൂട്ടാണ്. അപ്പം നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കണോ? അപ്പൊ നമ്മളെ ഖുർആനെ കുറിച്ച് ചിന്തിക്കേണ്ട ആളുകളാണ്. അപ്പൊ ഒരായത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ആയത്തിൽ വന്ന കാര്യങ്ങൾ പഠിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ പുതിയ പുതിയ അറിവുകൾ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. അതിന്റെ അവസാന സ്റ്റേജാണ് അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക എന്നുള്ള അമലൻ. അത് നമ്മുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക. ഇപ്പം നമുക്കറിയാം, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, ഈ ആയത്ത് സൂറത്തുൽ ആൽ ഇംറാനിലെ ആയത്ത് ഇറങ്ങിയപ്പോ
ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. മദീനത്ത് നല്ല മനോഹരമായിട്ടുള്ള, നല്ല ടേസ്റ്റ് ഉള്ള, നല്ല മുന്തിയ ഈത്തപ്പഴങ്ങളുള്ള ഒരു തോട്ടം, ബൈറൂഹ എന്നൊരു തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തില് ഒരുപാട് ഈത്തപ്പഴങ്ങൾ ഉണ്ടാവും. നബിസ്വല്ലല്ലാഹു കൊണ്ടുവന്നിരിക്കും. അങ്ങനെ ഈ ആയത്തിറങ്ങിയപ്പോ ഒരു സ്വഹാബിന്റെ പേര് എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നില്ല. ഏതായിരുന്നാലും ആ സ്വഹാബി എന്തെയാണ്, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ആ സ്വഹാബിയുടെ പേര്? പറയാം. അബൂ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ ആയത്ത് കേട്ട സമയത്ത് അതിന്റെ അർത്ഥം എന്താ അറിയോ? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ദാനം ചെയ്യുന്നവരെ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് പുണ്യം നേടാൻ സാധ്യമല്ല. ഇത് കേട്ടപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു തന്റെ ആ തോട്ടം എന്തെയാണ്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടാണ്. ഇന്ന് മസ്ജിദ് നബവി നിൽക്കുന്ന സ്ഥലത്താണ് അപ്പൊ ആ തോട്ടമല്ല, അത് ആ പള്ളിയോട് ചേർന്ന് പോയി. ആ തോട്ടത്തിലായിരുന്നു, ആ തോട്ടം അദ്ദേഹം എന്താണ് മുഴുവൻ അദ്ദേഹം ദാനം ചെയ്യാം. സാധുക്കൾക്ക്, മതിയാത്ത സാധുക്കൾ ദാനം ചെയ്യാം. തോട്ടത്തിൽ ഇത്തമായി മാത്രമല്ല, ആ തോട്ടം തന്നെ ദാനം ചെയ്യും. നമുക്ക് നിങ്ങൾ ഒരാഴ്ച കേട്ടപ്പോ ഉണ്ടായ പരിവർത്തനമാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ ആഴ്ചകൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്ന അവസ്ഥയും അതേപോലെ തന്നെ പരിവർത്തനമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ആയത്തുകളെ കുറിച്ച് പഠിക്കുകയും ഉച്ചാലോചിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാവണം. അപ്പൊ ഈ രൂപത്തിലാണ് ഖുർആന്റെ പഠനം നമ്മിൽ ഉണ്ടാവേണ്ടത്. അത്തരത്തിലുള്ള ഒരു പഠനമായിട്ടാണ് നമ്മൾ ഈ ഖുർആൻ പഠനത്തെ കാണേണ്ടത്. ഇന്ന് നമ്മൾ ഡിസ്കസ് പഠിക്കുന്ന സൂറത്തുൽ ഹാഖയാണ്. വിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം. നിങ്ങളുടെ കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ ഖുർആൻ തുറക്കാം. സൂറത്ത് മക്കിയാണ്. നമുക്കറിയാം മക്കിയ മദനിയ ഹിജറക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്താണ്. ഈ സൂറത്ത്, പ്രത്യേകിച്ച് മക്കിയ സൂറത്തുകളുടെ വിശേഷം എന്ന് പറയുന്നത് ഈ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകളുടെ വിശ്വാസം ഏകത വിശ്വാസമല്ലായിരുന്നു, ബഹുദ വിശ്വാസികളായിരുന്നു. അള്ളാഹുവിൽ ഒരു വിശ്വാസമുണ്ട്, പക്ഷെ അതിന് കൂടെ മറ്റുള്ള വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകളായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് പരലോക വിശ്വാസത്തിൽ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജീവിതം, പരലോക വിശ്വാസത്തിൽ എന്തില്ല, അവർ വിശ്വസിച്ചിട്ടില്ല. അത്തരത്തിൽ വിശ്വാസമല്ല, ഇതോടുകൂടി എല്ലാം അവസാനിക്കുമെന്ന വിശ്വാസമായിരുന്നു. അപ്പൊ അത്തരം പരലോക വിശ്വാസമൊക്കെ ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള ഒരുപാട് പ്രതിവാദി വിഷയങ്ങളാണ് മക്കിയ സൂറത്തിൽ അധികം ഉള്ളത്. അത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഈ സൂറത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ അവസ്ഥകളും അതുപോലെ തന്നെ നമുക്ക് പരലോകത്തിൽ ഉണ്ടാവുന്ന അവസ്ഥകളും, പിന്നെ ഖുർആനെ കുറിച്ച്, ഖുർആൻ സത്യമാണ്, പ്രവാചകൻ സത്യമാണ്, ഞാൻ വിശ്വസിക്കുന്ന ആ കാര്യങ്ങളെ കുറിച്ചുള്ള ഇതിന്റെ ഒക്കെ ഉള്ളടക്കം ഇതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങിയാലോ? റെഡി? നിങ്ങൾ റെഡി അല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞിരുന്നു നന്നായിട്ട് കേൾക്കുന്നതാണ്. അത് 2-3 പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യാം, ഇന്നൊരു 5 എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, വളരെ നന്നായിട്ട് തന്നെ ആ ഭാഗം ശ്രദ്ധിച്ച് കേൾക്കുക. وما أدراك ما الحاقة. كذبت ثمود وعاد بالقارعة. فأما ثمود فأهلكوا بالطاغية. ഇവിടെ നിങ്ങൾ ഖുർആൻ തുറന്നിച്ചില്ലെങ്കിൽ ഒന്നുകൂടി സൗകര്യമാണ്, നിങ്ങൾക്ക് അധികം നോക്കാം. ഫസ്റ്റ് അൽ ഹാഖ. ഇവിടെ അലിഫിന്റെ മുകളിൽ നിങ്ങൾക്കൊരു ഹംസത്തുൽ വസ്ൽ കാണാം, സ്വാദിന്റെ കഷ്ണം അലിഫിന്റെ മുകളിൽ. ഇങ്ങനെ അലിഫിന്റെ മുകളിൽ സ്വാദിന്റെ കഷ്ണങ്ങളൊക്കെ ചെറിയ ചെറിയൊരു സ്വാദ്, അങ്ങനെയുള്ള ഒരു അലിഫാണെന്നുണ്ടെങ്കിൽ അതിന് പറയാം ഹംസത്തുൽ വസ്ൽ എന്നാണ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ വരികയാണെങ്കിൽ ഇതിന് പ്രൊണൗൺസിയേഷൻ ഉണ്ട്, ഉച്ചാരണം ഉണ്ട്. ഇവിടെ ആ അനുസരിക്കണം. എന്നാൽ അതിന് മുമ്പ് ഒരു വാ ഉണ്ടെങ്കിൽ വ അൽ എന്ന് പറയില്ല, വൽ എന്നാ പറയാം. അലിഫ് അവിടെ അലിഫ് ഹംസത്തുൽ വസ്ൽ ഉണ്ടാവും, പക്ഷെ അതിന് ഉച്ചരിക്കൂല. വൽ, വ അൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഹംസത്തുൽ വസ്ൽ എന്നതാണ്. പിന്നെ ആള് ഒരു അപകടകാരിയാണ്. ചില സമയത്ത് മദ്ദിന് ശേഷം വന്നു കഴിഞ്ഞാൽ മദ്ദിനെ കളയും. അപ്പൊ അതൊക്കെ നമുക്ക് വിശ്വാസം പഠിക്കാം. ഇവിടെ
അൽ ഹംസത്തുൽ വസ്ൽ സൗണ്ട് ഉണ്ട്. ലാം അൽ ഖമരിയാണ്. ലാം നമ്മൾ സുക്കൂൻ. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു പൂജ്യമല്ല, റഅ്സു ഹ ആണ്, ഒരു ഹാന്റെ ഹെഡ്. അപ്പം അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ലാമൽ മുകളിൽ ആ സുക്കൂൻ ഉണ്ടെങ്കിൽ ആ അൽ ഉച്ചരിക്കണം, ലാമൽ ഉച്ചരിക്കണം. അപ്പൊ അൽ അൽ ഹാഖത്തു മൽ ഹാഖ. ഇവിടെ ഹ എന്ന സൗണ്ട് തൊണ്ടയിൽ നടക്കണ്ടേ, മിഡിൽ ത്രോട്ട് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അക്ഷരങ്ങൾ അതിന്റെ സ്ഥലത്ത് നിന്ന് എടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് അർത്ഥത്തിൽ ഒരു മാറ്റം വരും. അൽ ഹാഖ. ഇവിടെ നമുക്ക് നിർത്തിയും ഓതാം, കൂട്ടിയോ. നമ്മൾ സൂറത്തുൽ ഖാരിഅ ഓതേണ്ടത് അൽ ഖാരിഅതു മൽ ഖാരിഅ, അതേപോലെ. പക്ഷെ അവിടെ മദ് ഉണ്ട് അർത്ഥം. എന്തുകൊണ്ടാണ് നിർത്താൻ കാരണം? അൽ ഖാരിഅ ഓതിയില്ലായിരുന്നു. ഇവിടെ അവിടെ അങ്ങനെ ഒന്നുമില്ല. അൽ ഖാരിഅതു മൽ ഖാരിഅ. ഇവിടെ അൽ ഹാഖത്തു മൽ ഹാഖ ഓതി പോരാ. ഇവിടെ അൽ ഹാഖത്തു മൽ ഹാഖ ഓതാൻ കാരണം ഇവിടെ മദ്ദിന്റെ അക്ഷരമായ അൽ ഹാന് ശേഷം അലിഫ് കാണാം, മദ്ദിന്റെ അക്ഷരം. ഹുറൂഫുൽ മദ് ഓർക്കുക, സിമ്പിൾ ആണ്. ഏതാണ്? അലിഫ് യ വ ഐവ. ഐവ എന്ന് ഓർത്ത് വെക്കും. ഹുറൂഫുൽ മദ് നീട്ടാണ് അക്ഷരം. അപ്പം എപ്പോഴാണ് ഈ അക്ഷരത്തെ കൂടുതൽ നേട്ടണമെന്നൊക്കെ കൺഫ്യൂഷൻ പലർക്കും. മദ് എപ്പോഴാണ്, എത്രയാണ് നീട്ടേണ്ടത്, ഇതൊക്കെ നമ്മുടെ പലപ്പോഴും തജ്വീദ് പഠിപ്പിക്കുന്നത് ബേക്കോട്ടും പഠിക്കുന്നത് പ്രയാസം തോന്നും. ഖുർആൻ വളരെ ഈസി ആട്ടോ. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലേ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഖുർആൻ പഠിക്കാൻ എളുപ്പമാണ് ഖുർആൻ തന്നെ പറഞ്ഞത്. സൂറത്തുൽ ഖമറിന്റെ 4 ആയത്തുകളാണ് പറയുന്നത്. 4 ആയത്തുകൾ. ഈ ആയത്ത് റിപ്പീറ്റ് തന്നെ റിപ്പീറ്റ് നാല് സ്ഥലത്ത് പറയുന്നത്. ഈ ആയത്തിന് റിപ്പീറ്റ് ചെയ്യണം. ഖുർആൻ എളുപ്പമാണ് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഖുർആൻ ഒരു പ്രയാസമുള്ള കാര്യം പഠിക്കുക എന്നുള്ളത് വളരെ ഈസിയാണ്. അപ്പൊ ഇവിടെ അൽ അലിഫിന് ഖുർആനിലെ ഏറ്റവും വലിയ മദ്ദാണ് ഇവിടെ. മദ്ദുൽ ലാസിം എന്നാണ് അലിഫിന് പറയാം ഇവിടെ. ഈ മദ്ദിന്റെ പേര് മദ്ദുൽ ലാസിം. അത് വളരെ സിമ്പിൾ ആണ്. മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദോ സുക്കൂനം. ശരിക്കും സുക്കൂൻ വരുമ്പോൾ എന്നാണ്, പക്ഷേ ഷദ്ദ് വരുമ്പോൾ സുക്കൂനോട് ചോദിച്ചെടുക്കാൻ നടക്കണം. അങ്ങനെ അപ്പൊ ഇവിടെ എളുപ്പമായിട്ട് പറയണം, മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദോ സുക്കൂന വന്നു കഴിഞ്ഞാൽ മദ്ദുൽ ലാസിമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും സൂറത്തുൽ ഫാത്തിഹ നമുക്ക് കേൾക്കാറുണ്ട്, അല്ലേ? അവിടെ മദ്ദക്ഷരം അലിഫിന് ശേഷം ലാമിന് ഷദ്ദ് ഉണ്ട്. അതന്നെ മദ്ദുൽ ലാസിം. അൽ അവിടെ ഖാഫിന്റെ മുകളിൽ ഷദ്ദ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് മദ്ദുൽ ലാസിം. അപ്പൊ ഇനി മദ്ദുൽ ലാസിം ഒരു പ്രയാസമുള്ള കാര്യമില്ല. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂനോ ഷദ്ദോ ഉണ്ടെങ്കിൽ മദ്ദുൽ ലാസിമാണ്. ക്ലിയർ ആണല്ലോ? മദ്ദുൽ ലാസിം എന്ന് പറഞ്ഞാൽ ഖുറാനിലെ ഏറ്റവും വലിയ മദ്ദാണ്. അതിന്റെ സമയം 6 അക്ഷരമാണ്. 6 അക്ഷരം ഉച്ചരിക്കാൻ അത്രയും സമയം എന്ത് ചെയ്യണം? ഇതിന് നീട്ടണം. അൽ ഇവിടെ ഖാഫിന് ശേഷം ഒരു ത കാണാം, അല്ലെ? ആ ഹാൻ സൗണ്ട് ആണ് അവസാനിക്കുന്നത്. ഇനി കൂട്ടി വതാണെങ്കിൽ അൽ ഖുറാൻ നിങ്ങൾക്ക് കാണാം. അൽ ഈ ഖാഫിന് ഒരു നമ്മള് മൺകുടുക്കയിലൊക്കെ മുട്ടിയാൽ ഒരു സൗണ്ട് ഉണ്ട്. ആ ഒരു സൗണ്ട് പോലെ ഒരു മുഴക്കം ആ ഒരു മുഴക്കം ഉണ്ടാവാറില്ലേ മണ്ണിന്റെ കുടുക്കയിൽ മുട്ടിയാൽ? അങ്ങനെ ഒരു മുഴക്കമുള്ള ശബ്ദമാണ് ഖാഫ്. അവിടെ നിന്ന് തന്നെ എടുക്കണം. ഹാക്ക എന്ന് പറയുന്നത് ചിരിച്ചുകൊണ്ട് പറയുന്നത്. ഇപ്പം അറബി ഭാഷയിൽ നമുക്കറിയാം 20 അക്ഷരങ്ങൾ ചിരിച്ചും പറയേണ്ടതാണ്. എന്നാ ചില അക്ഷരങ്ങൾ ഹെവി ആയിട്ട് ഉച്ചരിക്കണം. 7 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഇസ്തിഅ്ലാ എന്ന് പറയാം. ഇൻഷാ അല്ലാഹ് പഠിക്കാം. അപ്പൊ ഹുറൂഫുൽ ഇസ്തിഅ്ലായിൽ പെട്ട അക്ഷരമാണ് എന്ത്? ഖാഫ്. അപ്പൊ ഹെവി ആയിട്ട് ഉച്ചരിക്കണം. അത് വായ വിടർത്തി പറയരുത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ആ യഥാർത്ഥ സംഭവം, എന്റെ വിഷയം നോക്കാം. ആ യഥാർത്ഥ സംഭവം മൽ ഹാഖ. എന്താണ് ആ യഥാർത്ഥ സംഭവം? മൽ ഹാഖ. എന്താണ് ആ യഥാർത്ഥ സംഭവം? ഈ രണ്ടായത്ത് ഇപ്പൊ നമുക്ക് ബൈഹാർട്ടായി, അല്ലെ? അൽ ഹാഖതു മൽ ഹാഖ അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ അൽ ഹാഖ മൽ ഹാഖ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പഠിക്കാം. നിർത്തി ഓതുമ്പോൾ തൂന്ന് പറയരുത്. ക്ലിയർ? അടുത്ത ആയത്തിലേക്ക് പോകാം. وما
അദ്റാക മൽ ഹാഖ്. അവിടെ വമാ മീമിന്റെ മുകളിൽ ഒരു മദ്ദിന്റെ അടയാളം കണ്ടു. നമ്മൾ നേരത്തെ അലിഫിന്റെ മുകളിൽ അവിടെ കണ്ടിരുന്നു. ഇവിടുത്തെയും മീമിന് ശേഷമുള്ള അലിഫിന്റെ മുകളിൽ കാണാം. രണ്ട് അലിഫ്, അവിടുത്തെ ആദ്യത്തെ അലിഫിന്റെ മുകളിലും മദ്ദിന്റെ അടയാളം കണ്ടു. ഇവിടുത്തെ ഈ അലിഫിന്റെ മുകളിലും മദ്ദിന്റെ അടയാളം കണ്ടു. ഇവിടെയും മദ് തന്നെയാണ് നീട്ടാളന്. അപ്പൊ ഇനി എപ്പോഴൊക്കെ നീട്ടിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. മദ്ദക്ഷന് ശേഷം ഷദ്ദോ സുക്കൂനോ വരുമ്പോൾ നമ്മൾ ഒരു സിറ്റുവേഷൻ പഠിച്ചു. വളരെ സിമ്പിൾ ആണ്. എപ്പോഴും നീട്ടണ്ടേ? വലിയ നീട്ടൽ. സാധാരണ നീട്ടൽ നമുക്കറിയാം, ചെറിയ നീട്ടൽ. ഇപ്പൊ ചെറിയ നീട്ടലിനാണ് ഇത് സാധാരണ നീട്ടുന്ന ആ രൂപത്തിൽ മദ് തുബഇ എന്ന് പറയുന്ന സാധാരണ നീട്ടൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എപ്പോഴാണ് കൂടുതലായിട്ട് നീട്ടേണ്ടി എന്നുള്ളതാണ് കൺഫ്യൂഷൻ. എപ്പോഴൊക്കെയാണ് കൂടുതലായിട്ട് നീട്ടേണ്ടത്? അത് സിമ്പിൾ ആണ്. മദ്ദക്ഷന് ശേഷം ഷദ്ദോ സുക്കൂനോ വരുമ്പോൾ ഒന്ന് നമ്മൾ പഠിച്ചു കഴിയും. അതേപോലെ മദ്ദക്ഷന് ശേഷം ഹംസ വരുമ്പോൾ, മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരുമ്പോൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. മദ്ദക്ഷന് ശേഷം സുക്കൂനോ ഷദ്ദ വരുമ്പോൾ വലിയ മദ്ദാണ്. അതേപോലെ മദ്ദക്ഷന് ശേഷം ഹംസ വരുമ്പോൾ വലിയ മദ്ദാണ്. ഇതല്ലാത്ത സിറ്റുവേഷനിലൊക്കെ സാധാരണ മദ്ദ, നോർമൽ മദ്ദ തന്നെ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. പിന്നെ ചില നമ്മൾ സുക്കൂൻ ആക്കും മദ്ദക്ഷന് ശേഷം, മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം സുക്കൂൻ ആക്കിയിട്ട് ഉച്ചരിക്കും, അപ്പോഴും വലിയ മദ് തന്നെയാണ്. അപ്പൊ ഇവിടെ അത് 4 or 5 അക്ഷരമാണ് നീട്ടേണ്ടത്. ഇവിടെ മദ്ദക്ഷരം നോക്കുക, അലിഫ്, ഒരു വമ എന്നൊരു വേർഡിന്റെ എൻഡിലാണ് അലിഫ് ഉള്ളത്. അദ്റാക്ക എന്നത് വേറെ പദമാണ്, അദ്റാക്ക. അപ്പൊ വേറൊരു വേർഡ് സ്റ്റാർട്ടിങ്ങിലാണ് ഹംസ ഉള്ളത്. കണ്ടല്ലോ, അലിഫ് ശേഷം ഹംസ ഉള്ള വേറൊരു വേർഡിന്റെ സ്റ്റാർട്ടിങ്. ഇങ്ങനെ സെപ്പറേറ്റ് വരുമ്പോൾ ഇങ്ങനത്തെ മദ്ദിന്റെ പേര് മദ്ദുൽ മുൻഫസിൽ എന്നാണ്. നിങ്ങൾ ഇന്ന് തന്നെ ഈ മദ്ദുൽ മുൻഫസിലും മദ്ദുൽ ലാസിം ഒക്കെ ഇന്നലെ എനിക്ക് പറഞ്ഞതൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇതിന്റെ പേരുകളൊക്കെ കേൾക്കാനും മനസ്സിലാക്കാൻ പറ്റി മനസ്സിലായിക്കോളും. അങ്ങനെയല്ല, കുറെ ദിവസങ്ങൾ എടുത്തത് എന്തായാലും ശരിയായിക്കോളും. അപ്പൊ എന്നുള്ളത് നീട്ടേണ്ടത് 4 or 5 അക്ഷരമാണ്. ശേഷം വരുന്ന ആ വേറെ പദമായത് അതിന് മദ്ദുൽ മുൻഫസിൽ. മദ്ദുൽ മുൻഫസിൽ എന്നതിന്റെ പേര് അതൊക്കെ നോക്കുക. മദ്ദുൽ മുൻഫസിൽ നീട്ടൽ നിർബന്ധമല്ല കാര്യമില്ല. എന്നാൽ ഒരു സ്ഥലത്ത് നീട്ടിയ മദ്ദുൽ മുൻഫസിൽ ഒരു സ്ഥലത്ത് നീട്ടിയെങ്കിൽ ബാക്കി എല്ലാ സ്ഥലത്തും അതേപോലെ നീട്ടണം. തീരെ നീട്ടാതെ പോകുന്ന മദ്ദുൽ മുൻഫസിലൊന്നും നീട്ടാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മളെ മസ്ജിദുൽ ഹറമിലുള്ള സുദൈസ് എന്തില്ല, മദ്ദുൽ മുൻഫസിൽ നീട്ടാറില്ല. ഓക്കെ. അപ്പം അവിടെ നീട്ടി ഓതാണ് ഒന്നുകൂടി നമുക്ക് നല്ലത്. എല്ലാ ബാക്കി ഏകദേശം കാര്യങ്ങളും നീട്ടിനെ ഓതല്. സുദൈസാണ് നീട്ടാറില്ല അവിടെ. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലത്ത് നീട്ടുകയാണെങ്കിൽ എല്ലാവർക്കും നീട്ടണം എന്നാണ്. ഇനി ഒരു സ്ഥലത്ത് നീട്ടാതിരിക്കുകയാണെങ്കിൽ ബാക്കി സ്ഥലത്ത് ഈ മദ്ദുൽ മുൻഫസിൽ നീട്ടാതിരിക്കുകയാണെങ്കിൽ അത് ജായിസാണ് അർത്ഥം. നീട്ടാൻ നിർബന്ധമുള്ള കാര്യമില്ല, ജായിസാണ്. മദ്ദുൽ മുൻഫസിൽ ജായിസാണ്. 4 or 5 അക്ഷരം നീട്ടേണ്ടത്. ഓക്കെ. നീട്ടാൻ നല്ല, എന്നാലേ ആ ഹംസയുടെ സൗണ്ട് കറക്റ്റ് എടുക്കാൻ കിട്ടുള്ളൂ. ഹുറൂഫുൽ ഖൽഖലയാണ്. നമുക്ക് ഹുറൂഫുൽ ഖൽഖല വളരെ സിമ്പിൾ ഓർത്തു വെക്കാൻ. ഖുതുബു ജദ് അല്ലെ, ഖാഫ് ത ബ ജീം ദാൽ, ഇതാണ് ഹുറൂഫുൽ ഖൽഖല. നമ്മളൊരു പാട്ട് രൂപത്തിൽ വേണമെങ്കിൽ പാടി വെക്കാം. നിങ്ങൾ പാടുവോ? ഖൽഖലത്തായുള്ള 5 അക്ഷരം ഖൗലാം ഖുതുബു ജദ് അക്ഷരം, സാക്കിനത്തായുള്ള നേരം പോലും വ്യക്തമായോദേണമാ അക്ഷരം. കൽക്കലത്തായുള്ള, അത് പാടി, കൽക്കലത്തായുള്ള 5 അക്ഷരം ഖൗലാം ഖുതുബു ജദ് അക്ഷരം. എന്താ പ്രത്യേകത? സാക്കിനത്തായുള്ള നേരം പോലും വ്യക്തമായോദേണമാ അക്ഷരം. ഇപ്പൊ സാക്കിനത്താണെങ്കിൽ ആ സൗണ്ട് പുറത്തേക്കണം. ഇതാണ് പുറത്തേക്ക് കേൾക്കണം, പുറത്തേക്ക് തെറിപ്പിക്കണം. അവിടെ റോ കുറച്ച് ഹെവി ആയിട്ട് വെച്ചിരിക്കണ്ടേ. റോ നമ്മൾ ഹുറൂഫുൽ ഇസ്തിഅലാ പഠിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇസ്തിഅലാ ലെറ്റേഴ്സ് ഒക്കെ പഠിപ്പിക്കും. അപ്പൊ ഒന്നും പറയുന്നില്ല, അവിടെ ജസ്റ്റ് ഓർമ്മയാക്കി മാത്രം. റോ എന്നാണ് വെച്ചിരിക്കണ്ടേ. അദ്റാക്കക്ക് ശേഷം വരുന്ന മാ എന്നുണ്ട്, അലിഫ് ഉണ്ട് അവിടെ. പക്ഷെ എന്ത് നിർത്തിയില്ലല്ലോ? പലർക്കും സംശയം. അതിനുശേഷമാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഹംസത്തുൽ വസ്ൽ ഉള്ളത്. മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസത്തുൽ വസ്ൽ വന്നു. അപ്പൊ മദ്ദക്ഷരത്തിന് ശേഷം ഹംസത്തുൽ വസ്ൽ വന്ന നിലവിലുള്ള മദ്ദിനെ കളയും. എന്നാൽ ഹംസത്തുൽ ഖത്ത് വന്നാലോ നിലവിലുള്ള മദ്ദിനെ ഇരട്ടിയാക്കും. അത്രേ ഉള്ളൂ.
ഹംസത്തുൽ ഖത്ത് എന്താണെന്ന് വെച്ചാൽ ഹംസ ഉള്ളതാണ് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നത്. ഹംസ വരികയാണെങ്കിൽ മദ്ദക്ഷന് ശേഷം വരികയാണെങ്കിൽ ആ മദ്ദിനെ 2-4 ആക്കി ഓതണം, അല്ലെങ്കിൽ 4-5 ആക്കി ഓതണം. എന്നാ ഹംസത്തുൽ വസ്ൽ മദ്ദക്ഷന് ശേഷം ഹംസത്തുൽ വസ്ൽ വന്നാലോ നിലവിലെ മദ്ദിനെ കളയണം. അപ്പോൾ ശബ്ദുൽ ഖുർആൻ മനസ്സിലാക്കി വെക്കുക. തീരെ കണ്ടുകൂടാത്ത ആൾക്കാർ കൂട്ടിയാൽ മതി. ഒമാ അദ്റാക മൽ, നേരത്തെ ഒമാ അദ്റാക അവിടെ മദ്ദക്ഷന് ശേഷം ഹംസത്തുൽ ഖത്ത് വന്നു. അപ്പൊ ഒമാ അദ്റാക എന്നല്ല ഓതി, ഒമാ അദ്റാക അല്ലെ 4 അക്ഷരം നീട്ടേണ്ടി വന്നു. ആ മദ്ദക്ഷന് ശേഷം ഹംസത്തുൽ ഖത്ത് ആണ് അവിടെ വന്നത്. എന്നാൽ മൽ ഹാഖ അവിടെ മദ്ദക്ഷന് ശേഷം ഹംസത്തുൽ വസ്ല വന്നത്. അപ്പൊ മദ്ദിനെ കളഞ്ഞു, ഉള്ള മദ്ദിനെ കളയണം. മാ നീട്ടുന്നില്ല, സാധാരണ 2 അക്ഷരം നീട്ടണം അവിടെ, പക്ഷെ അവിടെ നീട്ടുന്നില്ല, ആ കളഞ്ഞു. وما أدراك ما الحاقة. അപ്പൊ എന്താണ് ആ യഥാർത്ഥമായും ആ സംഭവം എന്താ നിനക്കറിയോ എന്ന ചോദ്യം. ഒമാ അദ്റാക, നിനക്ക് എന്തറിയാം, അതേപക്ഷെ നിനക്ക് എന്തറിയാം. മൽ ഹാഖ, എന്താണ് യഥാർത്ഥമായി സംഭവിക്കുന്ന സംഭവം എന്താ നിനക്കറിയോ. അന്ത്യനാളിനെ കുറിച്ചാണ് ഈ പറയുന്നത്, ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. സൂറത്തുൽ ഖാരിഅയിൽ പറയുന്നത് വമാ അദ്റാക മൽ ഖാരിഅ, അതിലും ഖാരിയ വരുന്നുണ്ട്. അതന്നെ മുട്ടി അലക്കുന്ന വമ്പിച്ച അല്ലെ, പേടിപ്പെടുന്ന ഭയങ്കര ഒരു ശബ്ദത്തിന് മുട്ടി അലക്കുന്ന സംഭവം. വമാ അദ്റാക മൽ ഹാഖ. അപ്പൊ ഈ 3 ആയത്ത്, ഇനി നമ്മുടെ സമയമായിട്ടുണ്ട്, ഇന്ന് നമുക്ക് 3 ആയത്തിൽ നിർത്താം. ഈ 3 ആയത്ത് മനോഹരമായിട്ടൊന്ന് പാരായണം ചെയ്യും എല്ലാവരും. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യണമെന്നില്ല, ഇനി ഓൺ ചെയ്ത് പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ 3 ആയത്ത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ബൈഹാർട്ട് ആയിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ നമ്മൾ ഹിഫ്ളാകും ശ്രദ്ധിക്കേണ്ട നമ്മൾ അതിന് നന്നായിട്ട് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ മനസ്സിലേക്ക് രജിസ്റ്ററിങ് എന്നുള്ള ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ആ പ്രോസസ്സിംഗ് ഉഷാറാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ റീറ്റൈനിങ് ആണ്. അത് നമ്മളവിടെ ഉറപ്പിച്ച് നിർത്താനുള്ള ശ്രമം. അതായത് നമുക്ക് ഒരാൾക്ക് ഓതി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ഓതി വെക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതാണ് റീറ്റൈനിങ് അവിടെ നടക്കുന്നത്. അത് തറ ഉറപ്പിക്കാൻ തോന്നും. നമ്മൾ സിമെന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഏയ്സ് നനക്കൂലേ. ഒരു സൂറത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഏയ്സ് അങ്ങനെ എന്താണ് റിപ്പീറ്റ് ചെയ്യണം. അതന്നെ സുബൈക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 ദിവസം വീണ്ടും ആ സുഖത്തും ഒന്ന് ഉറപ്പിക്കുക. സിമെന്റ് ഇട്ട് കഴിഞ്ഞാൽ നനച്ചു കൊടുക്കുന്ന രൂപത്തിൽ തന്നെ ഒന്ന് നനച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന റീകോളിംഗ് ആണ്. അതിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. പിന്നെ അങ്ങനെ നമസ്കാരത്തിലായിട്ടും മറ്റു സമയത്തൊക്കെ ഒന്ന് റീകോൾ ചെയ്യുക. അങ്ങനെ ദൗറായിട്ട് ചെയ്യും. അങ്ങനെ അവിടെ ഉറച്ചു പോകും. മറ്റതൊക്കെ മറന്നു, നമ്മൾ പഠിച്ചതൊക്കെ മറന്നു. അതുകൊണ്ട് അവിടെ അടുത്ത ആയത്തിലേക്ക് പോകാം. كذبت ثمود وعاد بالقارعة. كذبت ثمود ആ സൗണ്ട് ശ്രദ്ധിക്കണേ. ഉച്ചരിക്കേണ്ടത് മേലത്തെ പല്ലിന്റെ കുറെ ആളുകൾ കെസ്സബ് എന്ന് പറയും. അല്ലത് വേറെ അക്ഷരമുണ്ട്. ഇത് കെദ്ദ, നാവ് മേലത്തെ പല്ല് തുമ്പത്ത്. അതിങ്ങനെ ഞാൻ പറയുമ്പോ എന്റെ നാവ് ഇവിടെ നോക്കി, അവിടെയാണ് നാവ് മേലത്തെ പല്ലിന്റെ തുമ്പത്ത്. കെദ്ദബത് സമൂദ്. പിന്നെ ആ താവരങ്ങൾ പുറത്തേക്ക് കെദ്ദബത്ത് എന്ന് പറയണം. കെദ്ദബത്ത് സൈലന്റ് ആക്കിയിട്ട് പുറത്തേക്ക് തെറിപ്പിക്കണ്ട. ചിലർക്ക് വല്ലാതെ കെദ്ദബത്ത് സീന് തെറിക്കും, അത് വേണ്ട. അങ്ങനെ കെദ്ദബത്ത് എന്നില്ല, സീനില്ല. അങ്ങനെ സ്റ്റൈൽ കൂട്ടുമ്പോൾ കെദ്ദബത്ത് അങ്ങനെ പറഞ്ഞാൽ അങ്ങനല്ല. കെദ്ദബത്ത് എന്ന് പറയുമ്പോൾ ആ ചെറുങ്ങനെ ഒരു ഇത് കേട്ടാ അത്രയുള്ളൂ. സമൂദു, കെദ്ദബത് സമൂദു. അവിടെ സാധാരണ നോർമൽ മദ്ദാണ്. മദ്ദശേഷം ദാലാണ്, അലിഫില്ല, ഹംസല്ല, ഷദ്ദില്ല. മനസ്സിലായോ? ഈ വാവിന് ശേഷം സമൂ എന്ന വാവിന് ശേഷം മദ്ദിന്റെ ശേഷം വന്ന ദാലാക്ഷരം വന്ന് സമൂദു എന്ന് പറഞ്ഞു നോക്കാം. സമൂദു അവിടെ 2 അക്ഷരം മാത്രം നിർത്തിയാൽ മതി. സമൂദു. കാരണം മദ്ദിന്റെ അക്ഷരം ശേഷം ആ വാവിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ ഒന്നുമില്ല. അവിടെ ദാലാണ്. كذبت ثمود وعاد بالقارعة. ആദ് ശ്രദ്ധിക്കുക, ആദ് എന്നുള്ള പദത്തിന് ശേഷം തെൻവീനാണ്. 2 ലൊമ്മത്താണ്. പക്ഷെ തെൻവീന് ശേഷം ബാ വന്നപ്പോ ആ തെൻവീന്റെ സൗണ്ടിനെ എന്താക്കി മാറ്റി? ആദുൻ എന്ന് പറയാതെ ആദും. അങ്ങനെ ഒരു മീം ഇങ്ങനെ കാണാം. ഒരു ലൊമ്മത്തും ഒരു മീമും കാണാം. കണ്ടോ? അത് അവിടെ മനസ്സിലാക്കേണ്ടത് ആ തെൻവീന്റെ സൗണ്ടിനെ മീമാക്കി മാറ്റണം. മീമാക്കി മാറ്റിയത്.
അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ കല്യാണത്തിന് പോകണം തീരുമാനിച്ചു, വൈകുന്നേരം തീരുമാനം മാറും. കൽബ് കുൽബായി നമ്മൾ പറയാറുണ്ട്, തീരുമാനം മാറി. കൽബ്, നമ്മളെ കൽബ് എന്താണ്? കൽബ് എന്ന് പറയുന്നത് ഇങ്ങനെ മാറി മറിയുന്നതിന്റെ അർത്ഥം. ലയാ മുക്കല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റി മറിക്കുന്ന പ്രാർത്ഥിക്കാറുണ്ട്. സബ്ബിത്ത് കൽബി അലാ ദീനിക്, എന്റെ മനസ്സിനെ നീ എന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ. കൽബന മാറി മറിയുന്നത്. അതേ ഒരു വാക്കുന്നത് ഇഖ്ലാബ്, മാറ്റി മറിക്കുന്നത്. ഇഖ്ലാബ്, ഈ ഒരു ഇതിന്റെ പേര് ഇഖ്ലാബ് എന്ന്. വളരെ സിമ്പിൾ ആയ നിയമമാണ് ഇപ്പൊ പറഞ്ഞത്. തെൻവീന് ശേഷം ബാ വന്നാൽ ഓർക്കുക, തെൻവീനോ അല്ലെങ്കിൽ ഇതേ സൗണ്ടാണ് എൻ ഇൻ ഉൻ, തെൻവീന്റെ സൗണ്ട് അല്ലേ, എൻ ഇൻ ഉൻ. അതേ സൗണ്ട് അല്ലേ സുക്കൂൻ നൂനും എൻ. ഇപ്പൊ തെൻവീന്റെയും സുക്കൂന്റെയും ആ ശബ്ദമാണ് പ്രശ്നം. ആ ശബ്ദത്തിന് ശേഷം ബാ വന്നോ, എൻ ഇൻ ഉൻ എന്ന ശബ്ദത്തിന് ശേഷം ബാ വന്ന ആ ശബ്ദത്തിനെ നാക്കി മാറ്റണം. ഒരു ചെറിയൊരു ഉന്നയും കൊടുക്കുക, ഒരു ട്യൂണും കൊടുക്കുക. വഅദും, ഒരു താളം കൊടുക്കുക. വഅദും ബിൽ ഖാരിഅ, ബിൽ ഖാരിഅ. പലപ്പോഴും ഈ ഖാരിഅ അവിടെ ഈ ഐന് പല ആൾക്കാരും ഇയാക്കി പറയാറുണ്ട്, ഖാരിഅ എന്ന് പറയില്ല, ഖാരിയ. ഇപ്പൊ സൂറത്തുൽ ഖാരിഅ ഓതാൻ പറഞ്ഞാൽ പറയും അൽ ഖാരിയത്തു വൽ ഖാരിയ. പല ആളുകളാണ് ഖാരിയത്തു എന്ന് പറഞ്ഞാൽ, പല ആളുകളും ഒന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ. ഖാരിയത്ത് അല്ല, ഖാരി ഐനാണ്. അൽ അവിടെ كذبت ثمود وعاد بالقارعة. كذبت കളവാക്കിയിട്ടുണ്ട്. ആര് കളവാക്കിയിട്ടുണ്ട്? സമൂദ്. സമൂദ് ഗോത്രം. ഏത് നബിയുടെ ഗോത്രമാണ് സമൂദ്? അറിയുന്നവർക്ക് ടൈപ്പ് ചെയ്യാം. സാർ അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ? കാണൂലേ? സമൂദ് ഏത് പ്രവാചകൻ അറിയും? ഓക്കെ, ആദ് സമുദായം ഹൂദ് നബിയുടെ സമുദായമായിരുന്നു. ഇപ്പം കദ്ദബത് സമൂദ് വആദുൻ, അതേപോലെ സമൂദ് ഗോത്രവും അതേപോലെ ആദ് സമുദായം ഒക്കെ എന്ത് ചെയ്യുന്നു? കളവാക്കിയിട്ടുണ്ട്. ബിൽ ഖാരിഅ, ആ ഞെട്ടിക്കുന്ന മുട്ടി അലക്കുന്ന ആ സംഭവത്തെ, അതായത് അന്ത്യനാളിനെ, ഖിയാമത്ത് നാളിനെ എന്തൊക്കെയുണ്ട്? കളവാക്കിയിട്ടുണ്ട്. ആര്? ഇതിന് മുൻകഴിഞ്ഞ സമുദായമായിട്ടുള്ള സ്വാലിഹ് നബിയുടെ ജനതയും അതേപോലെ തന്നെ ഹൂദ് നബിയുടെ ജനതയൊക്കെ കളവാക്കിയിട്ടുണ്ട് എന്നർത്ഥം. كذبت ثمود وعاد بالقارعة, بالقارعة, قارعة. അവിടെ بالقارعة നിർത്തുമ്പോ ആ സൗണ്ട് ശരിയാക്കണേ. كذبت ثمود وعاد بالقارعة. ആ ഹാത്താന്റെ സൗണ്ട് ഇങ്ങോട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. كذبت ثمود وعاد بالقارعة. ആദ് ജനതയും അതേപോലെ സമൂദ് ജനതയ്ക്ക് കളവാക്കിയിട്ടുണ്ട്. എന്തിനെ കളവാക്കിയേ? എന്തിനാ കളവാക്കിയേ? ആ അന്ത്യനാള്, ഖിയാമത്ത് നാളിലല്ലേ, ആ അങ്ങേയറ്റം മുട്ടി അലക്കുന്ന പേടിപ്പെടുത്തുന്ന ആ സംഭവത്തെ. അപ്പൊ ഈ ആയത്തിൽ പഠിച്ചു നോക്കി. كذبت ثمود وعاد بالقارعة. كذبت ثمود وعاد بالقارعة. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. الحاقة ما الحاقة وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة. ഓക്കെ, നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. 4 ആയത്ത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി സമയം എല്ലാവർക്കും പള്ളിയിലേക്കൊക്കെ പോകേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ അവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഭാഗങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, ജീവിത നിയമങ്ങളോ ഏതെങ്കിലുമൊക്കെ മനസ്സിലാവാത്തതുണ്ട് ചോദിക്കാം. ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നല്ലൊരു തീരുമാനം എടുക്കുക. ഏറ്റവും മനോഹരമായിട്ട് രൂപത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഖുർആൻ പാരായണം ചെയ്യുന്ന തീരുമാനം എടുത്തിട്ട് ഇന്ന് തന്നെ ഈ ആയത്തുകൾ പഠിക്കുക. കൂടുതൽ ആയത്തുകൾ പഠിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക. അള്ളാഹു നമ്മ ഏവരെയും ഖുർആൻ ഏറ്റവും മനോഹരമായി പാരായണം ചെയ്യുന്ന, അല്ലെ യത്ലൂനൽ കിതാബ് ഹഖ്ഖ തിലാവതി, ഖുർആൻ വിശ്വാസികളുടെ ഒരു ക്വാളിറ്റിയാണ് പറയുന്നത്. അല്ലദീന യത്ലൂനൽ കിതാബ്, അല്ലദീന ആതൈനൽ കിതാബ് വയത്ലൂനഹു ഹഖ്ഖ തിലാവതി, അല്ലദീന ആതൈനാഹുമുൽ കിതാബ വയത്ലൂനഹു ഹഖ്ഖ തിലാവതി. അതിന്റെ തിലാവത്തിന്റെ എല്ലാ പാരായണ നിയമങ്ങളും എല്ലാ അവകാശവും പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന നല്ല
വിശ്വാസികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഇനിയും കൂടുതൽ കൂടുതൽ ഖുർആൻ പഠിക്കുവാനും അത് ഓർമ്മയിൽ നിൽക്കുവാനൊക്കെ നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുക. ഖുർആന്റെ ഒരു മാസമാക്കി ഈ ഒരു മാസത്തെ നിങ്ങൾ മാറ്റിയെടുക്കുക. അള്ളാഹു നമുക്കതിനെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.